ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ സിമ്പിളായിട്ട്, എത്രയും സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ തന്നെ അതൊരു ആൾ ബട്ടൺ അമർത്തുക. എന്നാലേ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. വെൽക്കം ടു DW വ്ളോഗ്സ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് 1 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാപ്സിക്കം, 1 കപ്പ് ചിക്കൻ പറഞ്ഞാൽ ബോയിൽഡ് ആണ്. ബോയിൽഡ് ചിക്കനും ഫ്രൈഡും പറ്റും, പക്ഷേ ഏറ്റവും ടേസ്റ്റ് കൂടെ ബോയിൽഡ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ 1 കപ്പ് ഓംലെറ്റ് എഗ്ഗ്, പിന്നെ 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഒക്കെ അവനവൻ്റെ ആവശ്യത്തിന് എടുക്കാം. സോ നമുക്കിത് പ്രിപ്പറേഷനിലേക്ക് പോവാം. സോ നമ്മൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് അതിന് വേണ്ടി നമുക്ക് നമ്മളെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മുളക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉള്ളി മതി, നമ്മളുടെ ആവശ്യമനുസരിച്ചാണ് ഉള്ളി ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് നമ്മളെ മുറിച്ച് വെച്ച ക്യാരറ്റും ബീൻസും ഒക്കെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടും നമുക്കത് വഴറ്റി വരുമ്പോൾ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇതും എല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോ ഇത്രയും വെജിറ്റബിൾസ് ആണ് നമുക്ക് വേണ്ടത്. ക്യാരറ്റ്, ബീൻസ്, അതുപോലെ ക്യാപ്സിക്കം. ഇതിലും കൂടുതൽ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്ര മതി. സോ അതാണ് ഞങ്ങൾ ഇത്ര കുറച്ചത്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ പൈനാപ്പിൾ ആഡ് ചെയ്യും, പക്ഷേ ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് വെജീസ് ആഡ് ചെയ്യാറുണ്ട് ഫ്രൈഡ് റൈസിൽ. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാബേജ് ആഡ് ചെയ്യാം. ക്യാബേജും ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ ബോയിൽഡ് എഗ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളുടെ ബോയിൽഡ് എഗ് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് ബോയിൽഡ് എഗ്ഗാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എഗ് ഈസ് എ മസ്റ്റ് ഇൻ ഫ്രൈഡ് റൈസ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബോയിൽഡ് ചിക്കൻ ആഡ് ചെയ്യാം.
ഒരു ഹെൽത്തി കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ബിക്കോസ് അത്രയും വെജീസും നോൺ വെജീസും ഒക്കെ ഉണ്ട് അതിൽ. സോ ചിക്കൻ ആഡ് ചെയ്യാൻ സമയമായി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. 1 കപ്പ് ചിക്കനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം കൂട്ടാനും കുറക്കാനും പറ്റും. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഉപ്പും എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് മതി. ഇവിടെ ഞങ്ങൾ 2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. അതും നമ്മളുടെ ആവശ്യത്തിന് മതി. സോ ഞങ്ങൾ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ബോയിൽഡ് റൈസ് ആഡ് ചെയ്യാനുള്ള ടൈമായി. ഒന്ന് വേവിച്ച് വെച്ച റൈസാണിത്. ബസ്മതി റൈസാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം നമുക്ക് നമ്മൾ റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ചോറിൽ പിടിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറട്ടെ. അതിനുശേഷം നമ്മുടെ ഫ്രൈഡ് റൈസ് ഈസ് റെഡി. സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. സോ ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഫ്രൈഡ് ചിക്കനും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടി നമ്മളെ റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വളരെ സിമ്പിളാണ്. സോ ഞങ്ങളിവിടെ വേറെ തന്നെ ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ റൈസും നല്ല കോമ്പിനേഷനാണ്. ഇതൊരു നമുക്ക് സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, എല്ലാ മസാല ഇതിൽ പിടിച്ചിട്ടുണ്ട്. കളർഫുള്ളായിട്ടുണ്ട് അല്ലേ? സോ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കനും അതിൻ്റെ ഗ്രേവിയും കൂടി ആയപ്പോൾ വാ. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടില്ലേ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ. ഹോട്ടൽ പോലെയല്ല, പക്ഷേ എന്നാൽ നമ്മളെ മാക്സിമം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ GW ബ്ലോഗ്സ് മറ്റൊരു ബ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ സൈനിങ് ഓഫ്.